വിവാദത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച തൽക്കാലം നടപടി വേണ്ട എന്നുള്ളതാണ്. നടപടി വരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ വിവാദം ഉണ്ടായിട്ടും പാർട്ടിക്ക് ഒട്ടാകെ ഒരു അവമതിപ്പുണ്ടായിട്ടും ഒരു നടപടിയിലേക്ക് ഒരു നടപടി ഉണ്ടാവില്ല. പിണറായി വിജയൻ ഇ പി ജയരാജനെ ഭയമാണ്. ഒരു നടപടി ഉണ്ടാവില്ല. അദ്ദേഹം ഇന്നലെ എൻ്റെ വിജയശ്രീലാളിതൻ അംഗം ജയിച്ച ചേകവരെ പോലെയാണ് ഇന്നലെ ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോൾ വളരെ വിജയശ്രീലാളിതനായിട്ടാണ് അദ്ദേഹം പോകുന്നത് നമ്മളെല്ലാവരും കണ്ടത്. അപ്പോൾ ഒരു നടപടി ഉണ്ടാവില്ല. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണിത്. ഇതൊരു രാഷ്ട്രീയമായ ഡീലാണ്. അതിനകത്ത് അഴിമതി കേസുകൾ ഇല്ലാതാക്കാനും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു ഡീലാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡീൽ തുടങ്ങിയത് ബി ജെ പിയുമായി CPM-ൻ്റെ ഈ ഡീല് തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. തുടർഭരണമെന്ന് പറയുന്നത് ബി ജെ പിയുടെ സംഭാവനയാണ്. 4% ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞപ്പോഴാണ് തുടർഭരണം ഉണ്ടായത്. അതുകൊണ്ട് ഇ പി ജയരാജൻ്റെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവില്ല. അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് 4-ാം തീയതി യോഗമുണ്ട്. 4-ാം തീയതി യോഗം കഴിഞ്ഞാൽ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. തെരഞ്ഞെടുപ്പ് വരെയാണ് ഹസന് ചാർജ് കൊടുത്തത്. ഹസൻ തെരഞ്ഞെടുപ്പ് ഭംഗിയായി വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും ഒരു ടീമായി പ്രവർത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡൻറ്റും പത്രസമിതി അംഗമായ ചെയർമാനായ ഞാനും ഞങ്ങളെല്ലാവരും എല്ലാ പാർട്ടി നേതാക്കളും ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് വരെ അതെ.